ബിഗ് ബോസ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാം. അപ്പോൾ ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പവർ ഹൗസ് കഴിഞ്ഞ് ഞാൻ പറയണ്ടേ, പവർ ഹൗസ് എല്ലാം തീർന്ന് ഇനി നാളെ മുതൽ കളി മാറും എന്ന് പറയണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ പ്രൊമോ വന്നിരിക്കുന്നത്. ഒരു എവിക്ഷനാണ്. അപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന രീതി ഒരു വ്യത്യസ്ത രീതിയാണ്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതി തന്നെയാണ്. ഇത് നേരത്തെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ കൊടുത്ത ആൾക്കാർ ഇതിൽ 2 പേരെ ബിഗ് ബോസ് സെലക്ട് ചെയ്യും. ആ 2 പേര് അവിടെ നിന്നിട്ട് അവരെ തർക്കിച്ച് ഒരാളെ നോമിനേറ്റ് ചെയ്യണം. ആ ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ ഒരാൾ നോമിനേറ്റ് ആവണം, അല്ലെങ്കിൽ 2 പേര് നോമിനേറ്റ് ആവും. അങ്ങനെയാണ് ഒരു കൊടുത്തിരിക്കുന്നത്. എന്താ വെച്ചാൽ അത് കൊടുത്ത ആൾക്കാർ ഋഷി, അപ്സര അറിയാലോ. അവർ 2 പേര് എങ്ങനെ നല്ല സ്നേഹമായതുകൊണ്ട് വീട് ഉണ്ടെങ്കിൽ ഉണ്ടായി. ആ കൺഫെഷൻ റൂം പൊട്ടി ആ അവസ്ഥയാണ്. അഭിഷേക്, ജാസ്മിൻ അടിപൊളി ആൾക്കാരാണ്. പിന്നെ അൻസിത്തി, നമ്മുടെ അൻസിത്താന്ന് പറഞ്ഞ് വിളിച്ചു നടക്കുന്ന ആളെ നോറ. അവർ 2 പേരാകുമ്പോൾ എങ്ങനെയായിരിക്കും? പിന്നെ സിജോവും ശ്രീതു, ജിൻഡോവും അർജുനും നല്ല അടിപൊളി ആൾക്കാർ വെച്ചാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കളി മാറുമെന്ന് പറഞ്ഞാൽ ഇനി കളി മാറും, ഉറപ്പാണ്. ആ പ്രമോദനുണ്ട് ഭയങ്കര തല്ലുപിടുത്തവും വഴക്കും പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. എന്തായാലും നല്ല പണി കിട്ടണം. വെച്ചാൽ ഈ എവിക്ഷനിൽ പലരും എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എവിക്ഷന് നല്ല പോലെ തിമിർക്കും. എന്നുവെച്ചാൽ കളി മാറ്റി തുടങ്ങി. എന്നുവെച്ചാൽ ഇവർ നേരത്തെ ചെയ്ത പോലെയല്ലേ ഇപ്പോൾ കൊണ്ടുവന്നേക്കണത്. തർക്കിച്ച് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദങ്ങളൊക്കെ മാറ്റി വെച്ചുള്ളൊരു കളിയാണ് ഇനി വരാൻ വെച്ചാൽ. ഇനി വരാൻ പോകുന്നത് കുറച്ചും കൂടി ടഫായിട്ടുള്ള ടാസ്ക് ആണെങ്കിലും ഇച്ചിരി. ഇപ്പോൾ പകുതി 60 ദിവസമായി. ഇപ്പോൾ 60 ദിവസം കഴിഞ്ഞ് വന്ന് ഇനിയും ആകെ 40 ദിവസമുള്ളൂ. ഒരു മാസം ഒരാഴ്ച 1.5 എന്തേ ഉള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ടാസ്ക് ആണെങ്കിലും എല്ലാം ആണെങ്കിൽ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കും. ഇതുപോലെ ഈസി ആയിരിക്കില്ല. ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറും, മൊത്തത്തിൽ അങ്ങോട്ട് മാറും. ഇവർ മൊത്തം ഇൻഡിവിജ്വലായിട്ട് കളിക്കുള്ളൂ. ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ട് അവർക്ക് കപ്പ് നേടണം ആ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുള്ളൂ. ഫ്രണ്ട്ഷിപ്പൊക്കെ മാറുന്നിട്ടുള്ള കളിയായിരിക്കും. അതിൽ ഒന്നാമത്തെ തുടക്കമാണിത്. പവർ ഹൗസ് മാറ്റിയത് ഏറ്റവും നല്ല കാര്യം. പക്ഷേ അത് കുറച്ച് നേരത്തെ മാറ്റണമെന്ന്. നേരത്തെ മാറ്റിയെങ്കിൽ ഇപ്പം പലതും ഇങ്ങനെ പോകില്ലായിരുന്നു. മാറി പോയേനെ. ഇങ്ങനെ നടക്കില്ല എന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. പവർ ഹൗസ് ഇല്ലെങ്കിൽ, പവർ ഹൗസ് ഉള്ളതുകൊണ്ട് കുറച്ച് പേര് രക്ഷപ്പെടും, കുറച്ച് പേര് രക്ഷപ്പെടില്ല. കുറച്ച് പേരെ പേഴ്സണൽ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, ആ ഒരു കിട്ടാനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുക, അതൊക്കെയാണ് പവർ ഹൗസ് വന്നത്. പവർ ഹൗസ് മാറിയതുകൊണ്ട് ഇനി കളികൾ മൊത്തം മാറും. നാളത്തെ എവിക്ഷന് ഒരു 1.5 എവിക്ഷൻ ആയിരിക്കും. നാളത്തെ റേറ്റ് നന്നായിട്ട് കൂടും. അപ്പോൾ നമ്മൾ എന്തായാലും എവിക്ഷൻ്റെ അപ്ഡേറ്റ് ഈ ചാനൽ ഇടുന്നതായിരിക്കും. എല്ലാ വീഡിയോസും എല്ലാ ലേറ്റസ്റ്റ് ആയ ന്യൂസ് നമ്മൾ ഇടുന്ന പോലെ എവിക്ഷന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യം വെച്ചാൽ സാധാരണ എവിക്ഷൻ പോലെയല്ല ഇത്. നല്ല തർക്കിച്ച് ഫൈറ്റ് ഉണ്ടാക്കി ആ ടൈമിനുള്ളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 പേര് നോമിനേഷൻ ആവും. അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഫൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കില്ല. നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു ഇടിപ്പൂര നാളെ കാണാൻ റെഡി ആയിക്കോ. അപ്പോൾ